കോപ്പി അടിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ കോപ്പി അടിക്കുന്നത് അധ്യാപകർ അറിയരുത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കോപ്പിയടി അതല്ല. കോപ്പിയടി സ്വാഭാവികമായിട്ടും പലപ്പോഴും നിങ്ങളൊരു പ്രസൻറ്റർ ആണെങ്കിൽ, നിങ്ങളൊരു പ്രഭാഷകനാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് ആധികാരികമായി നന്നായി തയ്യാറെടുപ്പ് നടത്തിയതിന് ശേഷം അവിടെ സംസാരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാവണം എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ ഉണ്ടെങ്കിൽ അത് ഒരു ചെറിയ കഷ്ണം പേപ്പറിൽ പോയിന്റ് ചെയ്ത് പോകുന്നതിൽ തെറ്റില്ല. വളരെ ഭംഗിയായി നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അടുത്ത ആശയത്തിന് ചെറിയ ഒരു പ്രയാസം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ പോയിന്റിലേക്ക് നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒഴുക്കിന് അത് ഗുണം ചെയ്യും. മാത്രമല്ല, ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെ പേപ്പർ തുണ്ടിൽ നോക്കുന്നത് ശ്രോതാക്കളായിട്ടുള്ള അധ്യാപകർ അറിയരുത് എന്ന് മാത്രം. അതുകൊണ്ട് കോപ്പിയടി സ്വാഭാവികമായും തെറ്റായ കാര്യമാണ്. വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഞാൻ അതിനെ എതിർക്കുന്നു. പക്ഷേ നിങ്ങൾ പ്രസന്റ് ചെയ്യാൻ ഒരു വേദിയിൽ ചെല്ലുമ്പോൾ സമഗ്രമായി നിങ്ങളുടെ വിഷയാവതരണം മനോഹരമാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കോപ്പിയടി നിങ്ങൾക്ക് ഉപകാരപ്പെടും. ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ കോപ്പിയടിക്കുന്നത് നിങ്ങൾ ശ്രോതാക്കൾ അറിയരുത് എന്ന് മാത്രം. അതുകൊണ്ട് മനോഹരമായി കോപ്പിയടിക്കാൻ പരിശീലിക്കുക. ആ പരിശീലനത്തിലൂടെ നിങ്ങൾ പ്രസന്റേഷനെ കൂടുതൽ മികവുറ്റതാക്കി മാറ്റാൻ കഴിയും.